ഒരു ഉച്ചവരെ നോക്കിയിട്ട് പട്ടീനെ കണ്ടില്ല. അപ്പം അങ്ങനെ ക്യാമറ ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇവിടെ മുറ്റത്ത് ഈ ഭാഗത്തായിട്ട് പുലിന്റെ സാന്നിധ്യം കണ്ടത്. കുറെ നാള് മുമ്പ് ഈ പുല്ലുമലയിൽ കടുവനെ പിടിച്ചു. പിന്നെ വാഗേരിന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു. വാഗേരി ഒരു വളർത്തുനായെ പിടിച്ച് അവിടെ നിന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ശല്യം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ പുലിന്റെ സാന്നിധ്യം ഇപ്പൊ ആദ്യമായിട്ടാണ് വരുന്നത്. ഈ ബീനാച്ചി എസ്റ്റേറ്റിൽ തന്നെ കുറെ സാധനം വരുന്നുണ്ട്. ബീനാച്ചി, അതായത് സത്യം പറഞ്ഞാൽ ഇതിന്റെ ഉറവിടം എന്ന് പറഞ്ഞാൽ ബീനാച്ചി എസ്റ്റേറ്റ് ആണെന്ന് തന്നെ പറയാം. അവിടെ നിന്നാണ് കൂടുതലും വരുന്നത്. കാരണം ഈ കടുവയാണെങ്കിലും പുലിയാണെങ്കിലും ഇതുവരെ ടെറിട്ടറി വിട്ടിപ്പോ നേരെ സാധാരണ കൃഷിക്കാരുടെ തോട്ടത്തിലേക്ക് വരുന്ന സ്ഥിതിയായി. ഇതിപ്പോ തന്നെ നമ്മുടെ സ്ഥലത്ത് വന്നൊരു ജീവിയെ നമ്മുടെ വളർത്തുന്നായി അല്ലെങ്കിൽ നമ്മൾ വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നതിനെ ആക്രമിച്ചു കഴിഞ്ഞാലും ആ വന്യജീവിയെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള സാഹചര്യമായി. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ മീനങ്ങാടി മണ്ടകവയൽ എന്ന് പറയുന്ന പ്രദേശത്താണ്. മൈലമ്പാടിയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഈ ഒരു പ്രദേശത്ത് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഒരു പുലി കിടന്ന് കറങ്ങുകയാണ്. ഒരു വീടിന്റെ പരിസരത്തോടെ വരികയും ആ വീട്ടിലെ ഒരു പട്ടിയെ പിടിച്ചുകൊണ്ട് പോവുകയും ഒക്കെ ചെയ്തു. ആദ്യം നടന്ന സംഭവം അതാണ്, പട്ടിയെ പിടിച്ചുകൊണ്ട് പോയി. അതിനുശേഷം പിറ്റേ ദിവസം അതേസമയം വീണ്ടും പുലി ആ വീട്ടിൽ തന്നെ വന്നു. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് പറയാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CCTV ഉണ്ട് ഈ വീട്ടിൽ. അപ്പോൾ ആ CCTVയിൽ കൃത്യമായിട്ട് ഇതിൻ്റെ വിഷ്വൽസ് കിട്ടി. പുലി വരുന്നതും നടന്നു പോകുന്നതും എല്ലാം വളരെ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഈ ഒരു പ്രദേശത്തുള്ള ആളുകൾ ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഭീതിയിലാണുള്ളത്. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളതും അതുപോലെ ആ പ്രദേശത്തെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഞാൻ ഏതായാലും ആ ഒരു പ്രദേശമാണുള്ളത്. മണ്ടകവയൽ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്, മൈലമ്പാടി മണ്ടകവയൽ. അപ്പോൾ എന്തായാലും നമുക്കിനി ആ ഒരു വീട്ടിലേക്ക് പോകാം. എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് നമുക്ക് ആ വീട്ടുടമസ്ഥനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഇതാണ് ഈ പറയുന്ന മണ്ടകവയൽ എന്ന് പറയുന്ന പ്രദേശം. ഈ ഒരു ഇവിടെയൊക്കെ വീടുകളുള്ള പ്രദേശമാണ്. നിരവധി എല്ലാ വീട്ടുകാർക്കും തന്നെ അത്യാവശ്യം സ്ഥലവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അടുത്തടുത്തൊന്നും വീടുകളില്ല. പക്ഷെ എന്നാൽ വീടുകളൊക്കെ ഉള്ള പ്രദേശമാണ്. ഈ ഒരു വീട്ടിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ ആ ഒരു സംഭവം നടന്ന ദിവസങ്ങളിലെ 2 ദിവസങ്ങളിലെ വിഷ്വൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, CCTV വിഷ്വൽസ്. ആ ഒരു വിഷ്വൽസ് ഞാനിപ്പോൾ ഇവിടെ പ്ലേ ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു വിഷ്വൽസ്, ഈ ഒരു CCTV വിഷ്വൽ കിട്ടി അല്ലെങ്കിൽ ഈ ഒരു സംഭവം നടന്ന വീട്ടിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു വീട്ടിൽ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം നടന്നത് കേട്ടോ. ചേട്ടൻ്റെ പേരെങ്ങനെയാ? പേര് ബിനു.
ഇത് എന്നാ സംഭവം ആദ്യം നടന്നത്? 2-3 ദിവസം മുമ്പ് ഇവിടുത്തെ പട്ടീനെ കാണണ്ടായി. ആ പട്ടീനെ കാണണ്ടായപ്പോ രാവിലെ ഒരു ഉച്ചവരെ നോക്കിയിട്ട് പട്ടീനെ കണ്ടില്ല. അപ്പൊ അങ്ങനെ ക്യാമറ ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇവിടെ മുറ്റത്ത് ഈ ഭാഗത്തായിട്ട് പുലിന്റെ സാന്നിധ്യം കണ്ടത്. അതായത് മിനിങ്ങാന്നോ സംഭവം? മിനിങ്ങാന്ന് വെച്ചാല് ഡേറ്റ് അതായത് 2 ദിവസം മുന്നേ. അപ്പോൾ ആദ്യം കണ്ടത്. ആദ്യം കണ്ടപ്പോ ക്യാമറ ചെക്ക് ചെയ്തു. ക്യാമറ ചെക്ക് ചെയ്ത് നോക്കുമ്പോ മുറ്റത്ത് പുലിയുണ്ട്. അപ്പൊ ഇതിലെ ഒരു 3-4 മിനിറ്റ് നേരം ഇവിടെ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നേരെ തൊഴുത്തിൽ വന്നു. തൊഴുത്തിലൂടെ ഇവിടെ ഉറങ്ങി കിടക്കരുത്, തൊഴുത്തിന്റെ സൈഡിൽ കിടക്കരുത്. അതിനെ പട്ടീനെ പിടിച്ചിട്ട് പോയി. ഏതായാലും പ്രത്യേക നമ്മളെ വളർത്തുന്നതായിരുന്നു. പിള്ളേരെ ഭയങ്കര പെറ്റായിരുന്നു. ലാഭം അങ്ങനെ അത്ര ഇതിലുള്ളതല്ല, അന്നേരം നമ്മുടെ ഒരു ക്രോസ് ആയിരുന്നു. അപ്പൊ പിള്ളേരെ ഭയങ്കര പെറ്റായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇവിടെ തന്നെ എപ്പോഴും അങ്ങനെ അഴിച്ചു വിട്ടോണ്ടിരിക്കുന്ന പട്ടിയാ. വൈകുന്നേരം ആകുമ്പോ അഴിച്ചു വിടും, പകലാകുമ്പോ കുട്ടി കയറി കിടന്നോളും. അങ്ങനെ അപ്പൊ അഴിച്ചുവിട്ട് വളർത്തുന്നല്ലേ? പകല് കൂട്ടിലിടും. വൈകുന്നേരം ആകുമ്പോ ഈ ഒന്നാമത് വന്യമൃഗങ്ങളുടെ ശല്യമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു സേഫ്റ്റിക്ക് വേണ്ടിട്ട് നമ്മൾ അഴിച്ചു വിടുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തോണ്ടിരിക്കും. അപ്പൊ രാവിലെ ഒരു ഉച്ചവരെയായിട്ട് കണ്ടില്ല. അപ്പൊ അങ്ങനെ ക്യാമറ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് കണ്ടത് പുലിന്റെ സാന്നിധ്യം. പുലി ഇതിലിങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഈ ഒരു വഴി കൂടെ പോയെ അതിലിങ്ങനെ കാപ്പിനുള്ളിൽ അതിൽ കയറി ഇങ്ങോട്ട് വന്നു. കണ്ട് ഇവിടെ കുറച്ചു നേരമൊക്കെ കുറെ നേരം ഒരു 3-4 മിനിറ്റ് ഇവിടെ ഉണ്ടായിരുന്നു. മിനിറ്റ് തന്നെ ഉണ്ടായിരുന്നു, മണത്തൊക്കെ ഉണ്ട്. പിന്നെ കുറച്ചു നേരം അങ്ങോട്ട് പോയി. അതിന് നേരം ഇങ്ങനെ കൂട്ടിൽ ഇങ്ങോട്ടേക്ക് വന്നു. സൈഡിലേക്ക് കിടക്കും. ഇതല്ല പട്ടിക്കൂട്? അതാ പട്ടിക്കൂട്. അത് നേരം ഇങ്ങോട്ടേക്ക് വന്ന് നേരം തൊഴുത്തിന്റെ സൈഡിലേക്ക് കയറി. തൊഴുത്തിന്റെ സൈഡിൽ കയറി അവിടെ കുറച്ച് നേരം നിന്ന് പട്ടി അവിടെ നല്ല ഉണങ്ങി കിടക്കുകയായിരുന്നു. ഈ ഭാഗത്ത് വന്നല്ലേ? ഇവിടെ നിന്ന് അവിടെ അങ്ങനെ നേരെ ഇവിടത്തേക്ക് തൊഴുത്തിലേക്ക് വന്നല്ലേ? അങ്ങനെ നേരെ തൊഴുത്തിന് ഇവിടെ ഈ സൈഡിൽ കിടക്കുകയായിരുന്നു. അവിടെ നിന്ന് ഒന്നത് പശുവിനൊക്കെ ഒഴിവാക്കിയത് ഈ വന്യമൃഗങ്ങളുടെ ശല്യം കാരണമാണ്. പശുവൊക്കെ ഉണ്ടായിരുന്ന എല്ലാത്തിനും ഒഴിവാക്കിയത്. കാരണം ഇവിടെ തന്നെ ഒരു 1.5 കൊല്ലം മുമ്പ് തന്നെ ഇവിടെ നിന്ന് 2 പശുവിനൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്ത്? കടുവ. പിന്നെ ഇവിടെ കൂട് വെച്ചിട്ടുണ്ടായിരുന്നു. കൂട് വെച്ചിട്ട് അത് കുഞ്ഞാ കുടുങ്ങിയത്. വലിയ കടുവ കുടുങ്ങിയിട്ടില്ല. അങ്ങനെ അതൊക്കെ ഉള്ളതൊക്കെ നമ്മളൊക്കെ പശുവിനെ ഒഴിവാക്കിയത്. അതിനുശേഷം പിന്നെ അങ്ങനെ പ്രശ്നം ഉണ്ടായോ? പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കുറെ നാള് മുമ്പ് ഈ പുല്ലുമലയിൽ കടുവനെ പിടിച്ചു. പിന്നെ വാഗേരിന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു. വാഗേരി ഒരു വളർത്തുനായെ പിടിച്ച് അവിടെ നിന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ശല്യം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ പുലിന്റെ സാന്നിധ്യം ഇപ്പൊ ആദ്യമായിട്ടാണ് വരുന്നത്. പിന്നെ പന്നി ഇതൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. എന്നാലും ഇപ്പൊ ഈ പുലി ഇതൊക്കെ വന്നപ്പോ നമുക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത സാഹചര്യം. ഈ പണിക്കാരുണ്ട്, നമുക്കിവിടെ തോട്ടം മേഖലയാണല്ലോ, തോട്ടായിട്ടുള്ള ജീവിക്കുന്നവരാണല്ലേ. അപ്പൊ കൃഷിക്ക് പണിക്ക് വരാൻ തന്നെ ആൾക്കാർ ബുദ്ധിമുട്ടായി തുടങ്ങി. കാപ്പിയും ഇതൊക്കെയാണ് നമ്മുടെയൊക്കെ കൃഷി വരുമാനം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് കറക്റ്റ് സമയത്ത് പണിയെടുക്കാൻ പറ്റാണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായി. പിന്നെ പശുവിനെ വളർത്തുന്നവരുണ്ട്, അവർക്ക് തന്നെ പുല്ല് മുറിക്കാൻ പോകാനും. പിന്നെ രാവിലെയൊക്കെ 4 മണിക്കൊക്കെ റബ്ബർ വെട്ടാൻ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെ കുറെ പേര് അങ്ങനത്തെ ഒക്കെ കുറെ പേര് അതിനകത്ത് മാറി. ഇപ്പൊ റബ്ബർ വെട്ട് ചിലർക്ക് 7 മണിക്കൊക്കെ ആക്കി. അങ്ങനെ എന്തായാലും അതിനകത്ത് നമുക്ക് വേണ്ട ഒരു വരുമാനം കിട്ടൂല. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നു. അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാര്യം ഒരു സാധാരണ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര ശല്യമാണ്. നമ്മുടെ നിയമമൊക്കെ മാറ്റി എഴുതേണ്ട സമയം കഴിഞ്ഞു. കാരണം ഈ കടുവയാണെങ്കിലും പുലിയാണെങ്കിലും ഇതുവരെ ടെറിട്ടറി വിട്ടിപ്പോ നേരെ സാധാരണ കൃഷിക്കാരുടെ തോട്ടത്തിലേക്ക് വരുന്ന സ്ഥിതിയായി. ഇതിപ്പോ തന്നെ നമ്മുടെ സ്ഥലത്ത് വന്നൊരു ജീവിയെ നമ്മുടെ വളർത്തുന്നായി അല്ലെങ്കിൽ നമ്മൾ വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നതിനെ ആക്രമിച്ചു കഴിഞ്ഞാലും ആ വന്യജീവിയെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ സാഹചര്യമായി. സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ അവര് നിയമം അങ്ങനെയാണ്. പക്ഷെ എന്നാൽ സത്യം പറഞ്ഞാൽ ഈ നിയമമൊക്കെ മാറ്റി ഇതിനൊക്കെ സത്യം പറഞ്ഞാൽ ഒരു പരിധി കഴിഞ്ഞൊക്കെ ഇത് പെരുകി കഴിഞ്ഞാൽ കുറെ എണ്ണത്തിനൊക്കെ വെടിവെച്ച് കൊല്ലാനുള്ള എന്തെങ്കിലും വേണം. കൂട് വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഇത് വേറെ തുറന്നു വിടും, അല്ലെ അവരെ അവിടെ കൊണ്ട് പാർപ്പിക്കും. അതൊന്നും കാര്യമില്ല. കുറെ കഴിഞ്ഞാൽ ഇതിനൊക്കെ ശരിക്കും വെടിവെച്ച് കൊല്ലണം തന്നെ ഞാൻ പറയുന്നത്. ഇതിനു മുന്നേ ഇങ്ങനെ പുലിയുടെ പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടില്ല? പുലിയുടെ പ്രശ്നം ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടില്ല. പുലിയുടെ പ്രശ്നം ആദ്യമായിട്ട് വരും. അന്ന് ഇവിടെ നിന്നല്ലേ ഇതിനെ പിടിച്ചോണ്ട് പോയേ? അതാ വീഡിയോയിൽ കാണാല്ലേ കറക്റ്റ്? ഇത് കാൽപ്പാടായിരിക്കും അല്ലേ? അപ്പൊ ഇന്നലെ വന്നാ? ഇന്നലെ വന്നല്ലേ? ഇന്നലെ രാത്രി പിന്നെ വന്നു? ഈ കഴിഞ്ഞ രാത്രി തൊട്ടുമ്പത്തെ രാത്രി 2 പ്രാവശ്യം വന്നു. അങ്ങനെ 2 പ്രാവശ്യം വന്നല്ലേ? കുമ്മായത്തിൽ കയറി ചവിട്ടിയിട്ടല്ലേ? അവിടെ കയറി തിരിച്ചിങ്ങോട്ട് വന്നതാ. ഇത് ഒത്തിരി വലിയ പുലി അല്ലെന്ന് തോന്നുന്നു അല്ലേ? ഇത്രയുണ്ട് ഹൈറ്റ് അല്ലേ? ഇവിടെ നിന്നപ്പോ ക്യാമറ കാണുന്ന ഏകദേശം ഇത്ര ഹൈറ്റ് ഉണ്ട്. ഹൈറ്റ് അല്ലേ? ഇതിന്റെ ഒപ്പം ഉണ്ടല്ലേ? ഇന്നലെ അവര് CCTV അവരെ ക്യാമറയിൽ കണ്ടിരുന്നു.
അവര് ക്യാമറ വെച്ചിട്ടുണ്ട്. അവര് ക്യാമറ വെച്ചിട്ട് അവരിപ്പോ അവരൊന്ന് പറഞ്ഞ അന്ന് തന്നെ വന്നു കേട്ടോ. വന്നവര് രാത്രി 11:30 ആയപ്പോൾ അവര് വന്നു. 11:30 വന്ന് അവര് ഫോറസ്റ്റിൽ തന്നെ ഒരു 2 വെച്ചിട്ടുണ്ട്. പിന്നെ 2 ഈ പറമ്പിലും വെച്ചിട്ടുണ്ട്. ഇവിടെ ഫോറസ്റ്റ് ഉണ്ടല്ലേ? ഫോറസ്റ്റ് ഈ ആദിവാസികൾക്ക് പതിച്ചെടുത്ത സ്ഥലം ഇത് തന്നെയാണ്. ഇവിടെ തന്നെ കുറച്ചുപേര് വന്ന് താമസിച്ചാൽ തന്നെ കുറെ ശല്യം കുറയും. കാടൊക്കെ വെട്ടിത്തെളിച്ച് അത് കുറെ ആദിവാസികൾക്ക് പണ്ട് അവരുടെ ഭൂമി നഷ്ടപ്പെട്ടിട്ട് അതിന് പകരം കൊടുത്ത ഭൂമിയാണ്. റിസർവ് ഫോറസ്റ്റ് അങ്ങനെയൊന്നുമല്ല. റിസർവ് ഫോറസ്റ്റ് അല്ല. ഈ ഫോറസ്റ്റ് എന്തായാലും ഉണ്ടാവും. ഇത് ഏകദേശം 100ഓളം ഏക്കർ സ്ഥലമുണ്ട്. ഇത് ആദിവാസികളിലും അവർക്ക് കൊടുത്തിരിക്കുന്ന സ്ഥലമാണ്. പക്ഷെ ഇവർ എന്നാലും ഇതിനകത്തൊന്ന് ഇപ്പൊ കൊടുത്തിട്ട് തന്നെ 3-4 കൊല്ലായി. ഇതിനകത്ത് അവർ താമസിച്ചാൽ തന്നെ കുറെ ശല്യം കുറയും. അല്ലെങ്കിൽ ഇതിപ്പോ താമസിക്കുന്നില്ല എന്ന് കണ്ടാൽ തന്നെയാണെങ്കിൽ ഗവൺമെന്റ് ആണ് ഇത് ഏറ്റെടുത്ത് വേറെ എന്തെങ്കിലും വല്ല പ്രൊജക്ടോ അങ്ങനെ ചെയ്താൽ തന്നെയാണെങ്കിൽ ഇവിടെ ഇതിന്റെ വന്യമൃഗങ്ങളുടെ ശല്യം കുറയും. കാരണം വെച്ചാൽ ഇത് ഫുള്ള് തേക്കാം. ഇത് തേക്ക് സത്യം പറഞ്ഞ ഗവൺമെന്റിന് വേറൊരു ഫണ്ട് പോലും കണ്ടെത്തേണ്ട കാര്യമില്ല. ഫുള്ള് തേക്ക്. ഈ തേക്ക് വെട്ടി വിറ്റാൽ തന്നെ എന്ത് പ്രൊജക്ടിന് അതിനുള്ള പൈസ ആ ഫണ്ടിനകത്ത് തന്നെ കിട്ടും. തീർച്ചയായിട്ടും. അങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലം ഏകദേശം 100ഓളം ഏക്കർ സ്ഥലമുണ്ട്. പിന്നെ രണ്ടാമത് വന്നിട്ട് ഈ വീടിന്റെ സൈഡിൽ കൂടെ നടന്നു പോകുന്ന ഒരു വിഷയമുണ്ടല്ലോ, അത് രണ്ടാമത് വന്നിട്ട് അതും ഇതേപോലെ തന്നെ സെയിം ഇതേപോലെ തന്നെ വന്നു. രണ്ടാമത് ഇവിടെ കയറി ഇവിടെയൊക്കെ മണത്ത് നോക്കി. അതുകൊണ്ട് നേരെ ഇവിടെ ഈ മുറ്റത്ത് കുറച്ചു നേരം അതിലൊക്കെ നിന്നു. അപ്പോൾ വണ്ടി ഇതേപോലെ ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇട്ടായിരുന്നു. അവിടെ അകത്ത് കുറച്ച് റിനോവേഷന് പണിയൊക്കെ ആയതുകൊണ്ട് അതൊരു നേരെ ബാക്കിലേക്ക് പോയി. ഇതിലെ ബാക്കോട്ട് പോയിട്ടുണ്ട്. ബാക്കോട്ട് പോയി. അത് രണ്ടാമത്തെ ദിവസം. ബാക്കിലേക്ക് പോയിട്ട് അവിടെ കോഴിക്കോടിന്റെ അവിടെയൊക്കെ ഒന്ന് മണത്ത് നോക്കി. അങ്ങനെയാണ് നേരെ അപ്പുറത്ത് കുളമുണ്ട് നടക്കുന്ന കുളത്തിന്റെ അങ്ങോട്ടേക്ക് ഇറങ്ങി നേരെ ഫോറസ്റ്റിന് അങ്ങോട്ടേക്ക് കയറിപ്പോയി. അപ്പൊ അവിടെ മറ്റേ കുളത്തിന്റെ അങ്ങോട്ട് ഇറങ്ങി എങ്ങനെ മനസ്സിലായി? അതും ഇതിന് നേരെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി. കാരണം 11:32 ഇവിടെ എത്തി. അപ്പൊ നേരെ ബാക്കോട്ടേക്ക് ഇറങ്ങി നേരെ അതിന്റെ അവിടെ ഒരു ക്യാമറ വെച്ചിരിക്കും. അപ്പൊ നേരെ അതിൽ അങ്ങനെ പാസ് ചെയ്ത് അവരെ ക്യാമറയിൽ ഇത് കൊടുക്കും. പറമ്പിലുണ്ട്. ആ കുളം ഒന്ന് കാണിച്ചാലോ? വഴിക്കൊക്കെ പോകണില്ല. കോഴിക്കോട് ഒന്ന് ട്രൈ ചെയ്തായിരുന്നല്ലേ പുള്ളി? കോഴിക്കോട് ഇതൊക്കെ ഒന്ന് ചുറ്റിപ്പറ്റി നിന്നു. അത് നേരെ അങ്ങോട്ട് പോയി. ഇതിപ്പോ അങ്ങോട്ട് തിരിച്ച് ഈ സൈഡിലേക്ക് വെച്ച ക്യാമറ. അപ്പൊ ഇന്നലെ നേരെ അത് ഇങ്ങോട്ടേക്ക് തിരിച്ചു വെച്ചു. ഇനിയിപ്പോ ഈ ഒരു കിട്ടിയാലോ ഒന്നല്ലേ? ഈ അടുത്ത പ്രദേശത്ത് ഇന്നലെ രാത്രിയൊക്കെ വേറെ ആരെങ്കിലും അങ്ങനെ പറയുന്നത് കേട്ടായിരുന്നോ? ഇല്ല, ഇന്നലെ ഒന്നും വേറെ ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല. ഇതല്ലേ? ഇനിയിപ്പോ അടുത്തതിലൊക്കെ മണത്ത് നടക്കുന്നത് ചിലപ്പോ എന്തായാലും വേറെ ആരെയൊക്കെ പിടിക്കും. അതെ. കാൽപ്പാട് വല്ലതും കിട്ടിയോ? കാൽപ്പാട് വേറെ കിട്ടിയിട്ടില്ല. ഇതല്ലേ? അതിപ്പോ മഴ പെയ്യാത്തോണ്ട്. മഴ പെയ്യാണെങ്കിൽ കുഴപ്പമില്ല. അവര് ക്യാമറ എവിടെ വെച്ചേക്കുന്നേ? അവര് ക്യാമറ അവിടെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ. ഇങ്ങനത്തെ സ്ഥലമായതുണ്ടല്ലേ? ആൾക്കാരല്ലേ കടുവയും കൂടെ വന്നെന്ന് പറഞ്ഞു. ഇതിൽ ഈ മാനം ഇതൊക്കെ വരുന്ന സ്ഥലമാണ്. ഇതിലെങ്ങനെ മാനൊക്കെ വരും അല്ലേ? മാനും മയിലൊക്കെ ഈ കുളത്തിൽ വരുമായിരിക്കും. ഇതിലൊക്കെ വന്ന് പോണേ. ഇതിലൊന്നും നേരെ ഇതിലെങ്ങനെ ഇതിലെ നേരെ അങ്ങനെ അങ്ങോട്ടേക്കാണ് പോയത്. ഇതാ കുളം എന്ന് പറഞ്ഞല്ലേ? നമ്മള് കാപ്പി നനയ്ക്കാനും ആവശ്യത്തിന് വേണ്ടി കാപ്പി കുളം. ഓക്കെ. നിങ്ങൾ തന്നെ ആദ്യം ഉണ്ടായിരുന്നല്ലേ? ഇല്ല, നമ്മള് താപ്പിയത് അല്ലേ? നനയ്ക്കാനൊക്കെ ആയിട്ട്. അതിന്റെ അപ്പുറത്തും ഈ പറഞ്ഞ കാടിന്റെ ഭാഗം ഇതൊക്കെ ഫുള്ള് പറിച്ചു കൊടുത്ത സ്ഥലമാണ് അല്ലേ? എല്ലാത്തിനും ഏകദേശം ഒരേക്കർ വെച്ചിട്ട് സർവേക്കെല്ലാം കിട്ടി ഓരോരുത്തർക്ക് ഒരു കൈവശ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തേക്കുന്നതാണ്. പക്ഷെ ഇതിനകത്ത് ആരും അങ്ങനെ ഒന്നും. അവിടെ ഒരു പശു ഉണ്ടല്ലോ, പശുവിനൊക്കെ അവിടെ കൊണ്ടേ കെട്ടാറുണ്ടല്ലേ? അത് കണ്ട ഇവിടെ ഒരു 5 ആദിവാസി താമസിക്കുന്നതല്ല. അന്ന് ഫസ്റ്റ് ഇവിടെ വന്ന സമയത്ത് തന്നെ അവരെ വീട്ടിലെ പട്ടീനെ പിടിച്ചിരുന്നു. അവരെ പട്ടീനെ പിടിച്ചു. പക്ഷെ പട്ടീനെ കെട്ടിയിട്ടതായതുകൊണ്ട് അതിനെ കൊണ്ടുപോയില്ല. അപ്പൊ അതിനെ വിട്ട് അവിടെ നിന്ന് 2 കോഴിനൊക്കെ പിടിച്ചു. അപ്പൊ അവരത് വേറെ എന്തെങ്കിലും ഇതായിരിക്കും ജീവിയായിരിക്കും കരുതി. അത് എത്ര ദിവസം മുന്നെയാ? അത് 2 ദിവസം ഇവിടെ വന്ന ഫസ്റ്റ് ദിവസം. ആദ്യത്തെ ദിവസം അപ്പൊ പട്ടീനെ പിടിച്ചില്ല? ആദ്യ ദിവസമാണ് ഇവിടെ പട്ടീനെ പിടിച്ചത്. അതേ ദിവസം തന്നെ അവിടെ പട്ടീനൊക്കെ പിടിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറിയത്. ഒരു ദിവസം 2 പട്ടീനെ പിടിച്ചു. കൊണ്ടുപോകാൻ പറ്റില്ല. അതിനെ കഴുത്തിന് ചെറിയ മുറിവ് മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ 2 കോഴിനെ പിടിച്ചു. കോഴി പിടിച്ച് അതിനെ ഒന്നിനോട് കൊന്നിട്ടിട്ടുണ്ട്. ബാക്കി ഒന്നിനെ തിന്നെന്തോ ചെയ്തു. പിന്നെ എന്നിട്ട് അങ്ങനെ കയറിയാണ് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നു. ഇവിടുന്ന് വീട്ടിൽ വളർത്തുന്ന പട്ടീനെ പിടിച്ചു. അങ്ങനെ നേരെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കഴിഞ്ഞ രാത്രി ഇന്നലെ രാത്രി വന്നായിരുന്നു. അങ്ങനെ നേരെ ഇതിപ്പോ ഇങ്ങോട്ടേക്ക് പോയി. എന്നിട്ട് അവരെ ക്യാമറയിലും കിട്ടിയത്. ക്യാമറ വെച്ചേക്കുന്ന
നമുക്കിവിടെ ഇപ്പോൾ ഇങ്ങനത്തെ ഈ നമ്മള് കൃഷിയായിട്ട് നടക്കുന്നതുകൊണ്ടേ നമുക്ക് വേറെ മേഖല നമുക്കില്ലല്ലോ. ഇതാണല്ലോ വരുമാനം ഇതല്ലേ ഉള്ളൂ അല്ലേ. അതിനകത്ത് ഈ വന്യമൃഗശല്യം എല്ലാം കൂടി ആവുമ്പോൾ നമ്മളാണ് സാധാരണക്കാരെ സംബന്ധിച്ചത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. തീർച്ചയായിട്ടും. ഈ വഴിക്ക് അന്ന് പോയെന്ന് പറഞ്ഞേ, അന്ന് പോയി ഈ വഴിക്ക് ഇങ്ങനെ പോകുന്നത്. ഇത് മറ്റേ ഹൈബ്രിഡ് കാപ്പിയാ? ഇല്ല, ഇതൊക്കെ സാധാ റോബസ്റ്റ ആണല്ലേ. അവിടെ വെച്ചിരിക്കുന്നത് ഇതാ ഡാർക്ക് റോബസ്റ്റ കുറച്ച് അടുത്ത് വെക്കണം. അപ്പൊ തൈ മുഴുവനുണ്ടാവും. ഒരു ക്യാമറ അവിടെ അവിടെ അങ്ങോട്ടല്ലേ. ഒന്ന് അവിടെ ഉണ്ട്, ഒന്ന് അവിടെ ഇല്ല. അത് ആ വീട്ടിൽ ഉണ്ടല്ലേ. ഉണ്ട് ഇങ്ങനെ വെച്ചേക്കുന്നല്ലേ. ഇതില് അവരുടെ ക്യാമറ കിട്ടിയെന്ന് പറഞ്ഞേ. ഇതിനകത്ത് ഇപ്പൊ അവരെ ക്യാമറ കിട്ടി. അന്ന് ഇവിടുന്ന് ആദ്യ ദിവസം തന്നെ ഒരു ക്യാമറ വെച്ചായിരുന്നോ? ആദ്യ ദിവസം തന്നെ വെച്ചു. ആദ്യ ദിവസം വെച്ചാൽ രാത്രി 11:30 ആയപ്പോൾ അവർ വന്ന് വെച്ചു. ഇനിയിപ്പോ 2 ദിവസം കൊണ്ട് കൂട് വെക്കാന്നാ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോ ഇങ്ങോട്ട് ഈ വഴിക്കായിരിക്കും പോയേക്കുന്നല്ലേ. ഇതിലേക്ക് പാസേജ് ആയിരിക്കണം. അതെ, ഫോറസ്റ്റ് ഉള്ളതുകൊണ്ട് അങ്ങോട്ട് ചാടിക്കണം. ഇതിപ്പോ ഇങ്ങനെ വെട്ടിത്തെളിച്ച സ്ഥലമാണെങ്കിൽ ഇങ്ങോട്ടേക്ക് ഇതിനകത്തൊക്കെ കയറി. അതെ. ഇനിയിപ്പോ എന്താ പറഞ്ഞ കൂടിന്റെ കാര്യം എന്താ പറഞ്ഞ? അവരിപ്പോ 2 ദിവസം കൊണ്ട് നാളെ മറ്റന്നാളായിട്ട് വെക്കാനുള്ള ക്രമേണ ചെയ്യാന്നാ പറഞ്ഞത്. കൂടുതലേ ഇപ്പൊ അങ്ങി വെച്ചിട്ട് ജനങ്ങൾ എന്തായാലും വയലന്റ് ആവും. അതെ. കാരണം ഇത് ജനങ്ങൾ ഇതുകൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നത്. ഇഷ്ടംപോലെ ആളുകൾ താമസിക്കുന്ന സ്ഥലമല്ലേ ഇവിടെ കുറെ ആളുകൾ താമസിക്കും. എല്ലാവരും ഈ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ. എല്ലാവരും വരുമാനം എന്ന് പറഞ്ഞാൽ കൃഷിയാണ്. അതിനകത്ത് കുറെ പേർക്ക് തോട്ടങ്ങളുണ്ട്. പിന്നെ കുറെ പേര് ഈ തോട്ടങ്ങളുള്ളവരടുത്ത് പണിക്ക് പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരു വരും. ഇപ്പൊ ഇവിടെയൊക്കെ നമുക്ക് പണിക്ക് വരുന്നില്ല, അവർ പേടിച്ചിട്ട് വരുന്നേ. അവർക്കെന്ന് വെച്ചാൽ അവർക്ക് പണിക്ക് പോയില്ലെങ്കിൽ അവർക്ക് അവരുടേതായ ഒരു വരുമാനം കിട്ടൂല. അപ്പോ അന്നാലും അവര് നിവൃത്തിയില്ലാണ്ട് വരിക. നമുക്കെല്ലാം പണി എടുപ്പിക്കാനുള്ള ഒരു പേടി അത് വേറെ. ഈ അടുത്ത് മറ്റേ ടൗണിൽ ഇതുവരെ വന്നായിരുന്നല്ലോ. ബത്തേരി ടൗണിൽ വന്നു. ബത്തേരി സെന്റ് ജോസഫിനെ അവിടെ കണ്ടില്ലേ. ഇത് കാട്ടിൽ നിൽക്കുന്ന സാധനം ഇപ്പൊ നാട്ടിലേക്ക് ഇറങ്ങും. ടൗണിലൊക്കെ വന്നു തുടങ്ങി ഈ സാധനം. ശരിക്കും വെച്ചാൽ കാട്ടിൽ നിന്ന് പുറത്തിയാടി ഇതിനെ വല്ല വെടിവെച്ച് കൊല്ലാനുള്ള ക്രമീകരണമില്ല. അതായത് തോട്ടോടമയ്ക്ക് തന്നെ കൊടുക്കണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് അവനവന്റെ പറമ്പിൽ എന്ത് വന്നോ അതിനെ വെടിവെച്ച് കൊല്ലാനോ നശിപ്പിക്കാനുള്ള ഇത് അവർക്ക് കൊടുക്കണം. അതിന്റെ നിയമങ്ങളൊക്കെ മാറ്റിയിടുന്ന സമയം കഴിഞ്ഞു ശരിക്കും. ഇതിപ്പോ അന്ന് തന്നെ നമ്മൾ കണ്ടില്ലേ, KSRTC ബസ്സിന്റെ മുമ്പിൽ മാൻ കുറുകെ ചാടി. ആ ബസ് ഏകദേശം 1 മാസത്തോളം വനംവകുപ്പ് പിടിച്ചിട്ടു. ഇതൊക്കെ ഈ നിയമം എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയാനൊക്കെ. ഈ ബസ്സുകാർ അവിടെ കൊണ്ട് ഇടിപ്പിച്ചതല്ല. ഈ ബസ്സിന്റെ മുമ്പിൽ ചാടി മാൻ ബസ്സിന്റെ മുമ്പിൽ ചാടി ആ ബസ് അവിടെ പിടിച്ചിടുക. അതൊക്കെ എന്ത് നിയമം അത്? ആ നിയമത്തിനൊക്കെ എന്താ പറയാ. സാധാരണക്കാരനൊരു വിലയില്ലാത്ത കാലം. എല്ലാ വന്യമൃഗങ്ങളും വേണം, നമുക്കെല്ലാം വേണം, നമുക്ക് പ്രകൃതിയിലെല്ലാം വേണം. പക്ഷെ എല്ലാം ഇതിനൊക്കെ ഒരു ഈക്വലൈസേഷൻ വേണം, ബാലൻസ് വേണ്ടല്ലേ. ഇപ്പൊ കടുവകൾ ഇപ്പൊ തന്നെ പല സ്ഥലത്തും ഇവിടെയൊക്കെ കടുവയുടെ ശല്യം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് നേരത്തെ. ഇതൊക്കെ ഇവരുടെ ടെറിട്ടറി വിട്ട് പുറത്തു പോരുന്നല്ല. അവിടെ നിൽക്കാൻ പറ്റില്ല. അവിടെയൊക്കെ ഫുള്ളായി. അത് കഴിഞ്ഞിട്ട് വരുന്നല്ലേ, പറ്റി വരിക്കൊണ്ടിരിക്കുക. അപ്പൊ കുറെയൊക്കെ എണ്ണം കൂടുതലായി കഴിഞ്ഞാൽ ഇതിനൊക്കെ നശിപ്പിക്കണം ശരിക്കും. ഇതൊക്കെ ഒരു ബീനാച്ചി എസ്റ്റേറ്റ് ഇവിടുന്ന് അടുത്താ. ബീനാച്ചി എസ്റ്റേറ്റ് ഇവിടുന്ന് നമുക്ക് ഏകദേശം ഒരു 5-6 കിലോമീറ്റർ ഉള്ളൂ. ഇതുമായിട്ട് ലിങ്ക് ഉണ്ടോ? ഇതുമായിട്ട് ലിങ്ക് ഇല്ല. ഈ ബീനാച്ചി എസ്റ്റേറ്റിൽ തന്നെ കുറെ സാധനം വരുന്നുണ്ട്. ബീനാച്ചി അതായത് സത്യം പറഞ്ഞാൽ ഇതിന്റെ ഉറവിടം എന്ന് പറഞ്ഞാൽ ബീനാച്ചി എസ്റ്റേറ്റ് ആണെന്ന് തന്നെ പറയാം. അവിടെ നിന്നാണ് കൂടുതലും വരുന്നത്. അവിടെ നിന്ന് പിന്നെ അവിടെ നല്ല രീതിയിലുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അവിടെ നല്ലോണം അവിടെ പല സാധനങ്ങളും ഉണ്ടെന്നാ പറയുന്നത്. അത് വേണമെങ്കിൽ അങ്ങനെ കാട് പിടിച്ച് കിടക്കുക. എന്തെങ്കിലും വല്ല പ്രൊജക്ട് വരുമോ, അത് ഫോറസ്റ്റ് പോലെയായി. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സാധാരണക്കാരന് മര്യാദയ്ക്ക് ജീവിക്കാനുള്ള സാഹചര്യം. എല്ലാരും ഇപ്പൊ ജോലി കിട്ടി ജീവിക്കുന്നവരല്ലല്ലോ. പലരും പല വരുമാനത്തോടെ ജീവിക്കുന്ന ആൾക്കാരല്ലേ. കൃഷിയായിട്ട് ജീവിക്കുന്നവര്, ഇവിടെയൊക്കെ റബ്ബർ വെട്ടാൻ പോകുന്നവരുണ്ട്. അവരൊക്കെ ചില സ്ഥിതി വളരെ മോശം. അവർക്ക് ഇനി രാവിലെ 7 മണിക്ക് വെട്ടാൻ പോകുന്നതിന് കുഴപ്പമില്ല. ഈ റബ്ബർ ഉള്ളവന് അതിനകത്ത് ഒരു ന്യായമായ ഇത് അവർക്ക് കിട്ടൂല. രാവിലെയൊക്കെ വെട്ടിയാലുള്ള പാലെന്തെങ്കിലും കിട്ടുള്ളൂ. ഇത് 7 മണിക്ക് വെട്ടി തീരുമ്പോഴത്തേന് ഏകദേശം 9 മണിയാവും. പിന്നെ 1 മണിക്കൂർ പാലെടുക്കാനാവും. വെട്ടുന്ന നഷ്ടമാണ്. അങ്ങനത്തെ കുറെ പ്രതിസന്ധികളുണ്ട്. നമ്മളിപ്പോൾ ആ ഒരു ദൃശ്യങ്ങളിൽ കണ്ട പോലെ ഈ ഒരു പ്രദേശത്തോടെയാണ് ആ ഒരു പുലി നടന്നു പോയത്. ഈ ഒരു മൂലക്കൂടെയൊക്കെ നടന്ന് ഈ വീടിൻ്റെ മുറ്റത്തോടെയൊക്കെ നടന്ന് ആദ്യത്തെ ദിവസം ഈ ഒരു ഇതൊരു തൊഴുത്തായിരുന്നു. ഇപ്പോൾ ഇതിൽ പശുക്കളും കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ കയറി ഈ ഒരു ഭാഗത്ത് കിടന്ന് പട്ടിയെയാണ് പിടിച്ചത്. അപ്പോൾ അവിടെ ഈ വൈറ്റ് സിമെൻറ്റും കാര്യങ്ങളൊക്കെ കിടക്കുന്നതുകൊണ്ട് അവിടെ നിന്ന് ചവിട്ടി കയറി
ഇതാ ഇവിടെയൊക്കെ നമുക്ക് കാൽപ്പാടും കിട്ടിയിട്ടുണ്ട് കൃത്യമായിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടെ വന്നപ്പോൾ നമ്മൾ കണ്ടൊരു കാഴ്ച. അപ്പോൾ ഏതായാലും ഈ വീടിൻ്റെ മുറ്റത്തോടെയൊക്കെ കുറേ സമയം പുലി ഇങ്ങനെ നടന്നു പോയിട്ടുണ്ട്. അങ്ങനെ 2 ദിവസമായിട്ട് പുലി ഈ ഒരു വീടിൻ്റെ മുറ്റത്തോടെ ഇങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. വന്നിട്ട് അതിനുശേഷം വീടിൻ്റെ ഈ ഒരു സൈഡിൽ കൂടെ ആ കോഴിക്കോടിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ പോവുകയും ചെയ്തു. ഇതാണ് നമ്മളിവിടെ വന്നപ്പോൾ കണ്ടൊരു കാഴ്ച കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് ആ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടു. നമ്മൾ ഇന്ന് ഇവിടെ വന്നപ്പോൾ കണ്ടൊരു ദൃശ്യങ്ങളാണ് നിങ്ങളെ ഞാൻ നേരിട്ട് കാണിച്ചത്. ആ ഒരു CCTVയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ്. 2 ദിവസം അടുപ്പിച്ച് ഈ ഒരു പ്രദേശത്ത് പുലി വന്നു എന്ന് മാത്രമല്ല, ആദ്യത്തെ ദിവസം ഇവരുടെ പട്ടിയെ കൊണ്ടുപോയി, 2ാമത്തെ ദിവസം കോഴിക്കോട് ഒക്കെയാണ് ടാർഗറ്റ് ചെയ്തത്. അതുമാത്രമല്ല, റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ആദിവാസി ആളുകളൊക്കെ താമസിക്കുന്ന അവരുടെ വീടുകളിൽ നിന്നൊക്കെ പട്ടീനെ കൊണ്ടുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ പട്ടീനെ കൊന്നിട്ടുണ്ട്, കോഴീനെ പിടിച്ചിട്ടുണ്ടെന്നൊക്കെയാണ്. അപ്പോൾ അതൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഒത്തിരി സംഭവങ്ങൾ നമ്മൾ അറിയാതെയും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഇതാണ് ഈ ഒരു പ്രദേശത്തെ ഇപ്പോഴത്തെ ഒരവസ്ഥ. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് മൈലമ്പാടി എന്ന് പറയുന്ന പ്രദേശമാണ്. ഇവിടെ ഇത്തരം പ്രശ്നങ്ങൾ 1 വർഷം മുന്നേ ഇവിടെ കടുവയുടെ വിഷയങ്ങളുണ്ടായിരുന്നു. കടുവ ഈ പ്രദേശത്ത് വന്ന് പശുവിനെ ആക്രമിക്കുകയും പശുവിനെ കൊല്ലുകയൊക്കെ ചെയ്യുന്ന വിഷയങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ഒന്ന് സൈലൻ്റായിട്ടിരുന്ന് ഇപ്പോൾ വീണ്ടും പുലിയുടെ പ്രശ്നം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ വന്യമൃഗങ്ങളെ കൊണ്ട് ആളുകളെല്ലാവരും ഇവിടെ ഇപ്പോൾ ബുദ്ധിമുട്ടി ഇരിക്കുകയാണ്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു ഫോറസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു, ഒരു 100 ഏക്കർ വരുന്ന ഒരു ഫോറസ്റ്റ്. അത് ആദിവാസികൾക്ക് പതിച്ചു കൊടുത്താണ്. പക്ഷേ അവിടെ ആരും താമസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് കാട് പിടിച്ച് ഫോറസ്റ്റായിട്ട് ഇങ്ങനെ കിടക്കുവാണ്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടും ഇവിടെ നേരിടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു പ്രദേശത്തെ ഒരവസ്ഥ കേട്ടോ. അപ്പോൾ ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.